ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ലൊരു ദിവസം നേരിയ ഈശോ നിൻ്റെ ജീവിതത്തെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കലും ഒരു ശതാധിപൻ ഈശോയുടെ അടുത്തെത്തിയ എന്നിട്ട് ചോദിക്കുക, എൻ്റെ ഭൃത്യൻ രോഗം പിടിപെട്ട് കിടക്കുക, നീ അവനെ ഒന്ന് സുഖപ്പെടുത്തണം. ഈശോ അവനോട് പറയും, ഞാൻ വരാം, നിൻ്റെ വീട്ടിലോട്ട് വരാം. അന്നേരം ശതാധിപൻ പറയുന്ന ഒരു കാര്യം ഇപ്രകാരമാണ്. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 8-ാം അധ്യായം 8-ാം തിരുവചനം. കർത്താവേ, നീ എൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. നീ ഒരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ഭൃത്യൻ സുഖപ്പെടും. ആഴമേറിയ ഒരു വിശ്വാസം പറയണം. ഈശോ അവനോട് പറയും, ഞാൻ വീട്ടിലോട്ട് വന്ന് ഭൃത്യനെ സുഖപ്പെടുത്താം. അവൻ പറയും, വേണ്ട വേണ്ട, നീ ഇവിടെ നിന്നൊരു വാക്ക് പറഞ്ഞാൽ മതി. നീ ഒരു വാക്ക് പറഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ ഫലം എൻ്റെ കുടുംബത്തിൽ, എൻ്റെ പ്രാർത്ഥനയിൽ നിഴലിക്കും. നോക്കിയേ, ആഴമേറിയ ഒരു വിശ്വാസം. പ്രിയ സഹോദര സഹോദരി, ഇന്ന് നിനക്ക് ഈശോയോടൊന്ന് പറയാവോ, നിൻ്റെ ജീവിതത്തിൻ്റെ പ്രാരാബ്ദം എന്തും ആകട്ടെ, ഒന്ന് ചൂണ്ടിക്കാണിച്ചിട്ട് പറയാം, ഈശോയെ നീ ഒരൊറ്റ വാക്ക് പറഞ്ഞാൽ മതി. നീ ഒരൊറ്റ വാക്ക് പറഞ്ഞാൽ അത് എൻ്റെ പ്രശ്നം തീരും, അതിന് പരിഹാരമാവും. കർത്താവേ, ഒരു വാക്ക് പറയൂ. വെറുതെ പറഞ്ഞാൽ പോരാ, നീ വിശ്വസിച്ചിട്ട് കർത്താവിനെ അത്രത്തോളം ആശ്രയിച്ചിട്ട് പറയണം. നീ ഒരു വാക്ക് പറയണം, തീർച്ചയായിട്ടും അത് അനുഭവിക്കാൻ നിനക്ക് സാധിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടച്ചുന്ന കരങ്ങൾ. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്റെ നിറ സാന്നിധ്യത്തെ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. വിശ്വാസത്തിൻ്റെ പ്രകടനങ്ങൾ ജീവിതത്തിൽ എടുത്തു കാണിക്കുവാനായിട്ട്, പരിപൂർണമായിട്ട് നിന്നെ ആശ്രയിക്കുവാനായിട്ട് ഈ വ്യക്തിയെ സഹായിക്കണം. ഈ വ്യക്തിയുടെ എല്ലാ പ്രതിസന്ധികളിലും സൗഖ്യത്തിൻ്റെ, വിടുതലിൻ്റെ, കരുണയുടെ ഒരു വാക്ക് നീ ഉരുവിടണം. ഈ ദിവസത്തിന് വേണ്ടതായ കൃപ, നന്മ, സംരക്ഷണം എല്ലാം നിന്റെ നാമത്തെ സംഭവിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അങ്ങേപ്പോലൊരു ദൈവമില്ല, അത്ഭുതവാൻ അതിശയവാൻ നീ മാത്രമേ ദൈവമില്ല.